കേന്ദ്ര സർക്കാരിന്റെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പരിശോധനയിൽ കേരളത്തിലെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളിൽ വലിയൊരു വിഭാഗത്തിന് തിരിച്ചടിയാകുന്നു. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകളിൽ നിന്ന് 3 ലക്ഷം രൂപയ്ക്ക് മേൽ വാർഷിക വരുമാനമുള്ള 86,000 പേരെ AI സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ കണ്ടെത്തി റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്നും പുറത്താക്കാനുള്ള നടപടികൾക്ക് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് തുടക്കം കുറിച്ചു കഴിഞ്ഞു. ഈ വർഷം ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചവരുടെ വിവരങ്ങൾ കേന്ദ്ര സർക്കാർ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട നിരവധി അനർഹർ കടന്നുകൂടിയ വിവരം വ്യക്തമായത്. ആദായനികുതി അടയ്ക്കുന്നവരുടെ പട്ടികയും റേഷൻ കാർഡ് ഉടമകളുടെ വിവരങ്ങളും തമ്മിൽ ഒത്തുനോക്കി കേന്ദ്ര സർക്കാർ ശേഖരിച്ച ഈ വിവരങ്ങൾ തുടർന്നുള്ള നടപടികൾക്കായി സംസ്ഥാനത്തിന് കൈമാറുകയായിരുന്നു. കുടുംബത്തിൽ ആരെങ്കിലും ആദായനികുതി ഒടുക്കുന്നവരാണെങ്കിൽ അവരെ റേഷൻ മുൻഗണനാ പട്ടികയിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണമെന്നാണ് നിലവിലുള്ള നിയമവ്യവസ്ഥയെന്നിരിക്കെ ഈ നിയമം ലംഘിച്ച് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയവർക്കെതിരെയാണ് ഇപ്പോൾ ഭരണകൂടം നടപടി ഘടിപ്പിക്കുന്നത്. ഇത്തരത്തിൽ അനർഹമായി മുൻഗണനാ കാർഡുകൾ കൈവശം വെച്ച് സൗജന്യ റേഷൻ ധാന്യങ്ങൾ കൈപ്പറ്റിയവരിൽ നിന്ന് വിപണി വില കണക്കാക്കി വലിയ തുക പിഴയായി ഈടാക്കാനാണ് തീരുമാനം. ഇവർ ഇതുവരെ കൈപ്പറ്റിയ അരിക്ക് കിലോഗ്രാമിന് 40 രൂപയും ഗോതമ്പിന് കിലോഗ്രാമിന് 29 രൂപയും നിരക്കിലാകും പിഴ ഈടാക്കുക. അനർഹരായി കണ്ടെത്തിയവരുടെ പൂർണ്ണ വിവരങ്ങൾ താലൂക്ക് തലത്തിൽ പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുന്നതിനായി താലൂക്ക് സപ്ലൈ ഓഫീസുകൾക്ക് കൈമാറിക്കഴിഞ്ഞതിനാൽ വരും ദിവസങ്ങളിൽ ഇവർക്ക് നോട്ടീസ് അയച്ചു തുടങ്ങും. ആദായ നികുതിദായകർക്ക് പുറമെ PM കിസാൻ പദ്ധതി പ്രകാരം സബ്സിഡി കൈപ്പറ്റിയ 1 ഏക്കറിലധികം ഭൂമിയുള്ള വ്യക്തികൾ, GST രജിസ്ട്രേഷൻ എടുത്തവർ, സ്വന്തമായി കമ്പനി രൂപവൽക്കരണത്തിന് അപേക്ഷിച്ചവർ തുടങ്ങിയവരുടെ വിവരങ്ങളും AI സംവിധാനം വഴി പ്രത്യേകം നിരീക്ഷിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വ്യാപാര ആവശ്യങ്ങൾക്കായി മുൻപോട്ട് വന്ന മുൻഗണനാ കാർഡ് അംഗങ്ങളെയും കണ്ടെത്തി പട്ടികയിൽ നിന്നും പുറത്താക്കാൻ താലൂക്ക് ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റേഷൻ കാർഡിലും പാൻ കാർഡിലും ലിങ്ക് ചെയ്തിട്ടുള്ള ആധാർ നമ്പറുകൾ പരസ്പര ബന്ധിതമായി AI സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വിശകലനം ചെയ്താണ് അനർഹരെ കൃത്യമായി വേർതിരിച്ചെടുത്തതും വ്യാജരേഖകൾ നൽകി ആനുകൂല്യം തട്ടിയെടുത്തിരുന്നവരെ കണ്ടെത്തിയതും. ആദായ നികുതി റിട്ടേൺ ഫയൽ ചെയ്തതിലെ വിവരങ്ങൾ സമഗ്രമായി ക്രോഡീകരിച്ച് മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട അനർഹരെ കണ്ടെത്തുമ്പോൾ അക്കാര്യം സ്മാർട്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം വഴി തത്സമയം സംസ്ഥാനങ്ങൾക്ക് ലഭ്യമാകുന്ന ആധുനിക സംവിധാനമാണ് കേന്ദ്ര സർക്കാർ സജ്ജമാക്കിയിരിക്കുന്നത്. കേന്ദ്ര പൊതുവിതരണ മന്ത്രാലയത്തിന്റെ AI അധിഷ്ഠിത പരിശോധനകൾ വരും ദിവസങ്ങളിലും തുടരുമെന്നതിനാൽ കൂടുതൽ പേർ അനർഹരുടെ പട്ടികയിൽ ഉൾപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.